ഹലോ ഗൈസ്, ഞങ്ങൾ ദാ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ മഴയും നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ. നിങ്ങളങ്ങ് ദൂരെ ഒരു ബോർഡ് കാണുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം ഏതാ ബോർഡെന്ന്. ഞാൻ എപ്പോൾ ഇവിടെ കസിൻ്റെ വീട്ടിൽ വന്നാലും എന്നെ മാടി മാടി വിളിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ, നമ്മുടെ മീശക്കാരൻ ദിലീപേട്ടൻ്റെ ഷോപ്പ്. മീശക്കാരൻ ദിലീപേട്ടൻ്റെ ഷോപ്പിൻ്റെ ബോർഡും കണ്ട് ഞാൻ ദാ ഇവിടെ ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞു വരുമ്പം ദിലീപേട്ടൻ കസിൻ്റെ അയൽവാസിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനില്ലാത്ത ഫ്രീ ആയിട്ട് വന്ന് കയറാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അത് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലേ. എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന അതേ കോലത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ. സമയം 4:30 കറിയൊക്കെ കഴിഞ്ഞോ, ചുമ്മാ ഒന്ന് വിസിറ്റ് നടത്താമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇതാ എന്നെ മാടി മാടി വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ചെമ്മീൻ റോസ്റ്റും കാളാഞ്ചിക്കറിയും പാഴ്സലാക്കി. ഇത് പാഴ്സൽ വന്നപ്പം കടയിലെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ ഇരുന്ന് കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ മൈൻഡ് സെറ്റ് ഒന്നും അല്ലാഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പാഴ്സൽ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. കോമഡി ഇതൊന്നും അല്ല ഗൈസ്, ഇന്ന് ഡയറ്റിംഗ് ആണ്, ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ഞാനാണ് ഇതാ കാളാഞ്ചിക്കറിയും ചെമ്മീൻ റോസ്റ്റും കൂട്ടി ചോറ് തട്ടുന്നത്. കാളാഞ്ചിക്കറി എന്തുവാന്ന് പോലും അറിയാത്ത, കാളാഞ്ചിക്കറി ഇതുവരെ കൂട്ടിയിട്ട് പോലും ഇല്ലാത്ത എന്നെ പോലും എന്താ ഈ ഒരു ഐറ്റം ഇരുത്തി അങ്ങ് കഴിപ്പിച്ചു കേട്ടോ. നെക്സ്റ്റ് ടൈം ദിലീപേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ അവിടെ ചെന്നിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കണം, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. എന്താണെങ്കിലും എല്ലാ തവണയും ഇവിടെ വരുമ്പം അവിടെ പോയി നിന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മാരേജ് ഫംഗ്ഷനൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ മാരേജ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വയറ്റിലൊരു തുള്ളി ഇടം കാണില്ല ഫുഡ് കഴിക്കാൻ. അത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് തീർന്നിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, എല്ലാവർക്കും ബൈ.